guys, welcome back to your YouTube channel. It's me Chinna. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വ്ളോഗാണെന്ന് പറയാൻ പറ്റില്ല. വ്ളോഗ് തന്നെ. ഓക്കെ, വ്ളോഗാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നത് ഞാൻ പറയാൻ പറ്റി കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്കൂൾ പർച്ചേസിങ് ആണ് ഗൈസ്. അതായത് ഞാൻ സ്കൂളിലേക്ക് വേണ്ടി ബുക്സും പേനയും പെൻസിലും എല്ലാം, പെൻസിൽ വാങ്ങിയില്ല, പെൻസിലുണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ. അപ്പോൾ അത് കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾ ബുക്സൊക്കെ വാങ്ങി കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. എനിക്ക് കൂടുതൽ എന്തൊരു പറയണതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേത് ഒരു സ്കൂൾ പർച്ചേസിങ് ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വന്ന് കാണിക്കാൻ പോകുന്നത് ബൈൻഡാണ്. നമ്മൾ ബുക്ക് ബൈൻഡ് ചെയ്യുമല്ലോ, ബൈൻഡ് തന്നെ. ഷീറ്റ് അതെ. അപ്പോൾ ഞാൻ നോക്കി ബെഡാ ബസാർ, ആറ്റിങ്ങലുള്ള ബെഡാ ബസാറിലാണ് ഞാൻ പോയി. അവിടെ ഒരുപാട് ഇപ്പോൾ ഓഫേഴ്സ് ഉണ്ട്. അതായത് 5 ബുക്ക്, ക്ലാസ്മേറ്റിൻ്റെ ചെറിയ 5 ബുക്കാണ് തോന്നുന്നു. അത് 5 ബുക്ക് വാങ്ങുമ്പോൾ അതേപോലെയുള്ള 5 ബുക്ക് ഫ്രീ. അതായത് കൊച്ചു പിള്ളേരെ കുട്ടികളുടെയാണ്. അതായത് ഈ 2 ലൈൻ 4 ലൈൻ അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് കാണിച്ചു തരാം. ഞാനും ക്ലാസ്മേറ്റാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് അതിനോട്ട് പോകുമ്പോൾ ഇത് നോക്കാം. ഓക്കെ, ഞാൻ എടുത്ത് ഇങ്ങനെ പറയണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, പോട്ടെ എല്ലാം മച്ചാൻ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത കളർ. വെറൈറ്റി ആയിട്ട് ഇനി തോന്നിയ 2 കളറാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് പിങ്ക് ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ഓറഞ്ചും ഒരുമാതിരി ചാണാൻ പച്ച പോലത്തെ ബൈൻഡ് അറിയാമല്ലോ, അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ബൈൻഡിൻ്റെ ഈ കളർ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ മെറ്റീരിയൽ വരുന്ന ഓറഞ്ചും വൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കിളിപ്പച്ചയും വയലറ്റും എനിക്ക് ഒരു പ്രത്യേകമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. ഓക്കെ, കുറച്ച് ഇംഗ്ലീഷൊക്കെ വാരി തട്ടാൻ കഴിച്ചു, നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നുണ്ടോ? 700 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടല്ലേ. ഓക്കെ, അതെല്ലാം പോട്ടെ. ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ഗേഴ്സ്. ഒരു വെറൈറ്റി കളറല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അല്ലെങ്കിൽ ഇതാ ഈ ഒരാളാണ്. ഇയാളെ എന്തോ പറയും, ഞാൻ മറന്നു. ഇപ്പോൾ എനിക്ക് സത്യമായിട്ടും ഓർമ്മയിട്ടില്ല. ഓക്കെ, അത് മാറ്റളെ. അപ്പോൾ ഇയാളെയാണ് ഞാൻ വാങ്ങിയത്. ഫോക്കസ് ആവുന്നുണ്ടോ അറിയാൻ വയ്യ. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വാങ്ങി. ഇത് എന്താണെന്ന് അറിയാമോ ഗേഴ്സ്? കട്ടറാണ് ഗേഴ്സ്. അടിപൊളിയല്ലേ. ഇപ്പോൾ കുറേ ഇതായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ട്, ട്രെൻഡിങ് അല്ല, ഇപ്പോൾ എവിടെ കടയിൽ നോക്കിയാലും ഇത് നമുക്ക് കാണാം. കട്ടറ കേട്ടോ. വെറൈറ്റിക്ക് ഞാൻ വാങ്ങി. 20 രൂപയാണ് ഇതിൻ്റെ വില. ആ ബൈൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ബൈൻഡ് 35 കേട്ടോ. 35. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് നോക്കാമായിരുന്നു. ഞാനൊരു ഹൈലൈറ്റർ വാങ്ങി. ഇപ്പോൾ ഒരു ഹൈലൈറ്ററാണ് ഗൈസ്. ഞാൻ ഇതിന് മുമ്പേ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മിന്നാമിനിയും കളർ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് പിങ്ക് എടുത്തിട്ടുണ്ട്. പിങ്ക് ഓർ റോസാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇതാണ്. കൊള്ളാല്ലേ, ഇടളല്ലേ. നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത് വന്നിട്ട് ഞാൻ ലെക്സിയുടെ പേനാണ് വാങ്ങിയത്. ഞാൻ ലെക്സിയുടെ പേന അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്കിഷ്ടമല്ലെന്നല്ല, അതിലെന്തോ ഒരു മാതിരിയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ചേച്ചി പറഞ്ഞു അത് ഓഫറിനാണ് വന്നത്. 4, 6, 8, 10 പേന എന്തോ. അപ്പോൾ ഇതാണ് വാങ്ങിയത്. ഓഫറിന് വന്നതായിരുന്നു ഗൈസ്, ഇത്ര പേന. അങ്ങനെ ഇത് വാങ്ങി. ലെക്സി കുറേ പേർക്ക് ലെക്സി ആയിരിക്കും ഇഷ്ടം. എനിക്കങ്ങനെ ലെക്സിയിലൂടെ ഒരു ഇതില്ല. എനിക്ക് 3ൻ്റെ 4 പേനയൊക്കെ ഭയങ്കര 3ൻ്റെ 4 പേന ഉണ്ടോ അറിയില്ല. 3ൻ്റെ പേനയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. നമ്മൾ സ്മൂത്തായിരിക്കും. അപ്പോൾ ഞാൻ ലെക്സിയുടെ പേനയാണ് എടുത്തേക്കുന്നത്. ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ട്, നല്ല രസമാണ്. നെക്സ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതെന്താ ഗൈസ്, സോറി, കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. എനിക്ക് ബാർബിയുടെ സ്റ്റിക്കർ പൊക്കിട്ട മീൻസ് അങ്ങനെയല്ല, പൈസ കൊടുത്ത് തന്നെ വാങ്ങിയാൽ. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ഇങ്ങനെ വന്നപ്പോഴേ അല്ല, ഇത് കവറിലൊക്കെ കൊണ്ടുവച്ച് വന്നപ്പോൾ ചുള്ളിങ്ങി ഇടയ്ക്കൊക്കെ. പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ബാർബി. ഓക്കെ, ഇതിൽ 2, 4, 6, 8, 10, 12, 16 ഉണ്ട് ഗൈസ്. 16 ഉണ്ട്. 3 രൂപയേ ഉള്ളൂ ഇത്രയും.
അല്ലെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴാണ് എനിക്ക് സ്റ്റിക്കേഴ്സ് കിട്ടാറുള്ളത്. ഞാൻ വെളിയിൽ നിന്ന് അങ്ങനെ സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടില്ല ഇതുവരെയ്ക്കും. ഇപ്രാവശ്യം ഞാൻ ഡ്രസ്സ് എടുത്തില്ല, അതാണ് കോമഡി. പക്ഷേ ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം യൂണിഫോമാണ്. സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോമാണ് ഇട്ടുള്ളത്. പിന്നെ എന്തിനാണ് എടുക്കുന്നത്, അങ്ങനെ ഞാൻ എടുത്തില്ല ഇപ്രാവശ്യം. അടുത്ത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നോട്ട്ബുക്കാണ്. നോട്ട്ബുക്ക് ഇതും കൂടെ ഇതാണ് തോന്നുന്നു ലാസ്റ്റ് എൻ്റെ സ്കൂൾ പർച്ചേസിങ്. മീൻസ് അങ്ങനെയല്ല, ഇത്രയും കൂടെ ഉള്ളൂ. ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ ഉണ്ട് കേട്ടോ. ഞാൻ ക്ലാസ്മേറ്റിൻ്റെയാണ് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ബുക്കിന് 60 രൂപയാണ്. ഇത് പക്ഷേ 3 എടുക്കുമ്പോഴാണ് തോന്നുന്നത്. 3 എടുക്കുമ്പോൾ 1 ഫ്രീ. എനിക്ക് 6 ബുക്സ് വേണം. അങ്ങനെ 6 ബുക്ക് എടുത്തപ്പോൾ 2 ഫ്രീ കിട്ടി. അപ്പോൾ ടോട്ടൽ 8. അടിപൊളിയല്ലേ? അല്ലാതെ വേറെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുക്കാം. പിന്നെ റെയിൻകോട്ട് എൻ്റെ ചേച്ചി വാങ്ങിയായിരുന്നു, ഞാൻ വാങ്ങിയില്ല. റെയിൻകോട്ട് ചേച്ചി വാങ്ങിയായിരുന്നു, ഞാൻ വാങ്ങിയില്ല. ചേച്ചിക്ക് ആയുഷിൻ്റെ നഴ്സറിയിലൊക്കെ ആക്കുമ്പോഴും ചേച്ചി വണ്ടി ഓടിച്ചാണ് പോകുന്നത്, അപ്പോൾ റെയിൻകോട്ട് വേണം. അങ്ങനെ ചേച്ചി വാങ്ങിയായിരുന്നു, ആയുഷിന് വാങ്ങിക്കൊടുത്തു. 49 രൂപയ്ക്ക് അതിൻ്റേതായ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇതിന് എപ്പോഴും ഇടുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കൂൾ പർച്ചേസിങ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ ഞാൻ കാണിക്കത്തില്ല. ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, എല്ലാം പോട്ടെ. അപ്പോൾ ആയുഷിന് ഞാനൊരു മിനി ഫ്രെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആയുഷിൻ്റെ ബർത്ത്ഡേ ആണ്. സോ എന്നാൽ ജൂൺ 3-ാം തീയതിയാണ് അവൻ്റെ ബർത്ത്ഡേ. അന്ന് എനിക്ക് സ്കൂളുണ്ട്, വൈകിട്ട് വരെ ഉണ്ടെങ്കിൽ തീർന്ന്. ഉച്ച വരെ ഉണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത് ഗൈസ്. അങ്ങനെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവന് വേണ്ടി ഞാൻ ഗിഫ്റ്റ് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് മിനി ഫ്രെയിം ചെയ്യാൻ വേണ്ടിയാണ് കടയിൽ നിന്ന് വാങ്ങി വെച്ചേക്കുന്നതാണ്. അപ്പോൾ എനിക്ക് എല്ലാം സെറ്റങ്ങ് ചെയ്ത് ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മിനി ഫ്രെയിമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞൊന്നും എന്തായാലും നിങ്ങൾ വിചാരിക്കും ഞാൻ കടയിൽ നിന്ന് പോയി ചെയ്തിട്ട് കള്ളതൻ പറയുമെന്ന് വിചാരിച്ചത്. സോ ഓക്കെ, ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ വിചാരിച്ച് ഷോപ്പിൽ നിന്ന് ചോദിച്ചു കേട്ടോ, ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ അവർ പറഞ്ഞാൽ അത് ഇളക്കി കളയാം. അപ്പം ഞാൻ ഫുള്ളായി ഇളക്കി കളയാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഞാൻ ഇതാണല്ലോ ഡാമേജ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സംഭവം അങ്ങനെയല്ല. ഓക്കെ, അതിൻ്റെ അവൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. അതിൻ്റെ ഒരു വ്ളോഗ് കാണും. ചിലപ്പോൾ അത് മിനി വ്ളോഗായിരിക്കും. ഓക്കെ, വ്ളോഗ് എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കേണ്ട. ചിലപ്പോൾ മിനി വ്ളോഗാകാം, ചിലപ്പോൾ വ്ളോഗാകാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. 700 സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഓരോ നിമിഷം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും വെറും 5 സബ്സ്ക്രൈബേഴ്സോട് കൂടിയ 700 സബ്സ്ക്രൈബേഴ്സ് ആവും. പിന്നെ ഒരു 300 സബ്സ്ക്രൈബേഴ്സിലോട്ട് 1K. അതുവരെ എത്തിയാൽ പിന്നെ നമ്മൾ പൊങ്ങി പൊക്കോളും എന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല, പിന്നെ കൂടുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടല്ലോ. കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ, ടാറ്റാ.